സ്ഥാനാർത്ഥിത്വം പാർട്ടി എന്നെ വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമാണ്. ആ പാർട്ടി എന്നിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തെ അതിന്റെ സമ്പൂർണമായ രീതിയിൽ നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കും. പല പേരുകൾ പറഞ്ഞിരുന്നു, പല ഊഹാപോഹങ്ങളും. സാറിലേക്ക് എത്തി. എന്തായിരിക്കും അതിലൊരു ഘടകം? അതില് പാർട്ടിക്ക് പാർട്ടിയുടെ ഒരു തീരുമാനമുണ്ട്. അത് ഇന്നാള് എന്നില്ല. പാർട്ടി അത് അന്വേഷിച്ച് കണ്ടെത്തി പാർട്ടി നിയോഗിച്ചിരിക്കുന്ന ഒരു നിയോഗമാണ്. അപ്പൊ അതിന്റെ ഘടകം എന്താണെന്ന് ഞാൻ അന്വേഷിക്കില്ല. പരമ്പരാഗതമായി UDF മണ്ഡലമാണ്, വലിയ സ്വാധീനം UDFിനുള്ള മണ്ഡലമാണ്. എന്താണ് ഇവിടെ BJP സ്ഥാനാർത്ഥിയുടെ സാധ്യത? അല്ല, അങ്ങനെ ഒരു മണ്ഡലം UDF എന്ന് പറഞ്ഞൊരു മണ്ഡലമുണ്ടോ? പരമ്പരാഗതമായി കോൺഗ്രസ് ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലങ്ങളൊക്കെ ഇപ്പൊ ആരാ ജയിച്ചുകൊണ്ടിരിക്കുന്ന അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ? അപ്പൊ പരമ്പരാഗതമായിട്ട് അത് നമ്മൾ കേരളത്തിൽ വളരെ തെറ്റായിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു നരേറ്റീവാണ്. പരമ്പരാഗതമല്ല, ജനാധിപത്യ സംവിധാനത്തിൽ ആളുകൾക്ക് അവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് മാറ്റം വരും. ആ മാറ്റം ഇവിടെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ മാറ്റം ഇവിടെയും ഉണ്ടാകും, അതിലൊരു തർക്കവും വേണ്ട. കോൺഗ്രസിലുണ്ടായിരുന്ന ഒരാളാണ്, കോൺഗ്രസിലും കുറെ ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളും സഹായകരമാവുമോ? അല്ല, ആ ബന്ധം മാത്രമല്ല. ഞാൻ 7 കൊല്ലം പഠിച്ചത് മഹാരാജാസ് കോളേജിലാണ്. അപൂർവ സൗഭാഗ്യമാണത്. കാരണം മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അഡ്മിഷൻ കിട്ടുന്ന ഒരു കോളേജിൽ പ്രീ ഡിഗ്രി ഒടുങ്ങി MA വരെ പഠിക്കാൻ കഴിഞ്ഞു. 20 കൊല്ലക്കാലം ഞാൻ അവിടെ പഠിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ വിപുലമായ വിദ്യാർത്ഥി സൗഹൃദ ബന്ധം എനിക്ക് നഗരവും നഗരത്തിന്റെ പരിസര പ്രദേശവും ഈ നിയോജക മണ്ഡലം ഉൾക്കൊള്ളുന്ന പറവൂര്, വൈപ്പൻ, അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ പശ്ചിമ കൊച്ചി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തൃപ്പൂണിത്തുറ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എറണാകുളം കഴിഞ്ഞാൽ തൃക്കാക്കര കഴിഞ്ഞാൽ കളമശ്ശേരി. ഈ 7 നിയോജക മണ്ഡലത്തിലും എനിക്ക് സാമാന്യം നല്ല ബന്ധങ്ങളുള്ള ഒരാളാണ്. വ്യക്തിബന്ധങ്ങളുണ്ട്, അല്ലാത്ത ബന്ധങ്ങളുമുണ്ട്. ഇപ്പോ LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ഒരു ഘട്ടം പൂർത്തീകരിച്ചിരിക്കുന്നു. അതിനിടയിലാണ് ഇപ്പോ സ്ഥാനാർത്ഥി വൈകിയോ? അങ്ങനെയൊന്നുമില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിട്ടില്ല. നോമിനേഷൻ കൊടുക്കേണ്ട ഡേറ്റ് ആയിട്ടില്ലല്ലോ. നോമിനേഷന് വേണ്ടിയിട്ട് ഇത് ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരിക്കലും അത് വൈകിട്ടില്ല. അത് സാരില്ലെന്ന്. ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്പേസ് ഉണ്ട്. ആ സ്പേസിലേക്ക് ഞങ്ങൾ വരും. ഞങ്ങൾ ഓടി എത്തുമ്പോഴേക്കും ഇവരൊക്കെ പിന്നിൽ പോയിരിക്കും. വിജയിക്കാൻ വേണ്ടി അല്ലാതെ ആരെങ്കിലും മത്സരിക്കോടോ? എന്താ ഈ ചോദിക്കുന്നത്? തോക്കാൻ വേണ്ടി ആരെങ്കിലും യുദ്ധത്തിനിറങ്ങുമോ? അതെ. അല്ല, ആലപ്പുഴ ഞാൻ മത്സരിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ 3% BJPയുടെ വോട്ട്. ഞാൻ മത്സരിച്ചു കഴിഞ്ഞപ്പോൾ അത് 17.2% കൂടി. 14% വോട്ട് ജമ്പിങ് ഉണ്ടായി. അത് ഇവിടെയും പ്രതീക്ഷിക്കാമല്ലോ. ഇവിടെ അതിൽ കൂടുതൽ പ്രതീക്ഷിക്കാം.